ഗുഡ് മോർണിംഗ് ഗേൾസ്. നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ വരുന്നതാണ് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് സീ വാട്ട് ഇസ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. എന്തിനായി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ? ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടീസ് ടു എ ലോഫുൾ കോൺട്രാക്റ്റ് ആർ bound to perform their respective obligation, but when one of the parties to a contract fails to perform his part of contract, he is said to commit a breach of contract. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓബ്ലിഗേഷൻസ് ചെയ്യാൻ പറ്റാതെ വീഴ്ച വരുന്നതിനെയാണ്. മനസ്സിലായല്ലോ? അതായത് എന്താണോ കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് അത് ചെയ്യാൻ പറ്റാതെ, പെർഫോം ചെയ്യാൻ പറ്റാതെ പോവുക, വീഴ്ച വരുത്തുക. ഓക്കെ. അപ്പോൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കൺഫേഴ്സ് എ റൈറ്റ് ഓഫ് ആക്ഷൻ അപ്പോൺ ദ പാർട്ടി ഇൻജുവേർഡ്. ഈ റൈറ്റ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെമഡീസ് എന്ന് പറയുന്നത്. റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ എന്തൊക്കെ റെമഡീസാണ്, എന്തൊക്കെ പരിഹാരങ്ങളാണ് ഇങ്ങനൊരു പാർട്ടി വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ എഗ്രീഡ് പാർട്ടിക്ക് കിട്ടുക എന്ന് നോക്കാം. ഓക്കെ. പരാതിക്കാരന് എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട്, അതാണ് ഈ റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദർ ആർ 5 types ഓഫ് റെമഡീസ് ആർ അവൈലബിൾ ടു എൻ ഇൻച്വേർഡ്. അതായത് റിസിഷൻ ഓഫ് ദി കോൺട്രാക്ട്, സെക്കൻഡ് വൺ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, ദെൻ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ, സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, ആൻഡ് ലാസ്റ്റ് റെമഡി ഇസ് സ്യൂട്ട് ഫോർ ഡാമേജസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാണ്ട്, റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാണ്ട് ഒന്നും കൂടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി, റെസിഷൻ ഓഫ് കോൺട്രാക്റ്റിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം, വാട്ട് ഈസ് റെസിഷൻ എന്നുള്ളത്. അപ്പോൾ റെസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ എനൽമെൻറ്റ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ റെസിഷൻ ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു റെമഡിയാണ്. അതായത് നിങ്ങൾക്ക് ഇൻജേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. Okay, so it is the revocation of the contract. So when all or some of the terms of the contract are cancelled, rescission of contract takes place എന്നാണ് പറയുന്നത്. ഇതൊരു രീതിയിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാനുള്ളൊരു വേ ആണ്. സോ വെൻ എ കോൺട്രാക്റ്റ് ഇസ് ബ്രോക്കൺ ബൈ വൺ പാർട്ടി, ദ അതർ പാർട്ടി മേ sue to treat the contract as rescinded and refuse further performance. ഇതാണ് ഒരു റെമഡി. ഇനി ഇത് കൂടാതെ രണ്ടാമതായിട്ടൊന്ന് പറയുന്നത് റെസ്റ്റിറ്റ്യൂഷൻ. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ പാർട്ടി ഹൂ ഇസ് റെസെൻറ്റിംഗ് ദ കോൺട്രാക്റ്റ് ഇസ് ബൗണ്ട് ടു റീസ്റ്റോർ എനി ബെനിഫിറ്റ്സ് ഹി ഹാസ് റിസീവ്ഡ് അണ്ടർ ദിസ് കോൺട്രാക്റ്റ്. അതായത് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ്. കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? പാർട്ടിക്ക് ഇറ്റ് ഷുഡ് ബി റിട്ടേൺ. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു റെമഡി എന്ന് പറയുന്നത്, റിസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്. ഓക്കെ. അപ്പോൾ ഈ റിസിഷൻ ഓഫ് കോൺട്രാക്റ്റിൽ ചില കേസസിൽ കോർട്ട് മേ റെഫ്യൂസ് ടു ഗ്രാൻഡ് റെസിഷൻ. എപ്പോഴൊക്കെയാണ് നോക്കാം? വെൻ അഗ്രീഡ് പാർട്ടി ഹാസ് റാറ്റിഫൈഡ് ദ കോൺട്രാക്ട്, ഓയിങ് ടു ദ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റൻസസ്, parties cannot be restored to their original പൊസിഷൻ. അതായത് ചിലപ്പം ഇപ്പോൾ വീട് വിറ്റതൊക്കെ ആണെങ്കിൽ ആ വീട് വീണ്ടും വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു കേസസൊക്കെ ഉണ്ടാവും. മാതിരി ഡ്യൂറിങ് ദ സബ്സിസ്റ്റൻസ് ഓഫ് ദി കോൺട്രാക്ട് തേർഡ് പാർട്ടീസ് ഹാവ് അക്വയർഡ് റൈറ്റ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ വാല്യൂ. അപ്പോൾ ഈ പറഞ്ഞത് തന്നെ വീടിൻ്റെ കേസ് തന്നെ അവിടെ ആലോചിച്ചാൽ മതി. അതായത് ഒരു തേർഡ് പാർട്ടിക്കൊരു എന്ത് കിട്ടിയിട്ടുണ്ടാവാം? ദേ ഹാവ് അക്വയർഡ് റൈറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് when only part of the contract is sought to be rescinded and such part is not severable from the rest of the part. അതായത് ഒരു ഭാഗത്ത് മാത്രമേ, ഒരു ചെറിയൊരു ഭാഗം മാത്രമേ വീഴ്ച വരുത്തിയിട്ടുള്ളൂ, അത് മറ്റേതിൽ നിന്ന് നോട്ട് സെവറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വിഭജിച്ചിങ്ങാണ്ട് സെപ്പറേറ്റ് ആക്കി കാണാൻ പറ്റാത്ത തരത്തിലുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ അതും എന്താക്കാൻ പറ്റില്ല? റിസിൻഡ് ചെയ്യാൻ പറ്റില്ല. മുക്കാൽ ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ഭാഗം മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റൂ എന്നുള്ളെങ്കിൽ അത് റിസിൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ റെസിഷൻ ഓഫ് കോൺട്രാക്റ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ പരിഹാരം, റെമഡി എന്ന് പറയുന്നത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ക്യാരിയിങ് ഔട്ട് ഓഫ് ദി കോൺട്രാക്റ്റ് ആസ് എഗ്രീഡ്.
അതായത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരൻ പരാതി കൊടുത്താൽ കോടതി എന്തിന് വിധിക്കും, അങ്ങനെ തന്നെ പെർഫോം ചെയ്യാൻ പറയും. ഇത് യൂഷ്വലി ഏതിൻ്റെയൊക്കെ കേസസിലാണെന്നറിയോ, കോർട്ട് ഗ്രാൻറ്റ് ചെയ്യുന്നത് ഈ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ കേസ് ഓഫ് പർച്ചേസ് ഓഫ് ലാൻഡ് ഓർ ഹൗസ്. അതായത് ഇപ്പം മലാപ്രമ്പ് നല്ല ജംഗ്ഷനിൽ തന്നെ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി 1,00,000 rupees അഡ്വാൻസ് കൊടുത്തു പോന്നു ഞാൻ. അന്നേരമാണ് മറ്റേ പാർട്ടിക്ക് അതിൽ കൂടുതൽ വില പറഞ്ഞ ആരോ വന്ന സമയത്തായിരിക്കാം അവരെന്ത് ചെയ്ത് ദേ റെഫ്യൂസ് ടു സെൽ ദാറ്റ് ലാൻഡ്. മനസ്സിലായല്ലോ, തരില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കേസ് കൊടുക്കുകയാണെങ്കിൽ കോടതി എന്ത് ചെയ്യുന്ന പറയുന്നത്, എൻ്റെ ഭാഗത്ത് വ്യക്തമായ പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ കോടതി പറയും ആ സ്ഥലം എനിക്ക് തന്നെ തരാൻ വേണ്ടിയിട്ട്. സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലം തന്നെ എന്താക്കുക, തരുന്നതിനാണ്. മനസ്സിലായി, എന്താണോ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ചെയ്യാം. നേരെ മറിച്ച് ഇപ്പം മലാപ്പറമ്പില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് തരലല്ല, മലാപ്പറമ്പിലെ പ്ലോട്ട് തന്നെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് കോടതി വിധിക്കും. അതിനെയാണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദി പെർട്ടിക്കുലർ കോൺട്രാക്റ്റ് ആസ് പെർ എഗ്രിമെൻറ്റ്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ദ കേസസ് ഇൻ വിച്ച് സ്പെസിഫിക് പെർഫോമൻസ് മേ ബി ഓർഡേർഡ് ആർ. എപ്പോഴൊക്കെയാണ് സ്പെസിഫിക് പെർഫോമൻസ് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് കോടതി വിധിക്കുന്നത്. എപ്പോഴൊക്കെയാണ്? when the act agreed to be done is such that compensation in money for its non-performance is not an adequate relief. അതായത് വെറുതെ എനിക്കിപ്പോൾ ആ സ്ഥലം കിട്ടിയില്ലേ, കോമ്പൻസേഷൻ തന്നതുകൊണ്ട് എന്താവുന്നില്ല, ഒരു റിലീഫ് ആവാത്ത കേസസ്. മനസ്സിലായല്ലോ? അപ്പോൾ കോമ്പൻസേഷൻ കൊണ്ട്, നഷ്ടപരിഹാരം കൊണ്ട് മാത്രം ഈ പരാതിക്കാരനൊരു റിലീഫ് കിട്ടില്ല എന്നുള്ള കേസസ് ആണെങ്കിൽ കോടതി സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാൻറ്റ് ചെയ്യും. പിന്നെ വേറെ പറയുന്നത് വേർ ദർ എക്സിസ്റ്റ് നോ സ്റ്റാൻഡേർഡ്സ് ഫോർ അസർട്ടൈനിങ് ദ ആക്ച്വൽ ഡാമേജ് കോസ്ഡ് ബൈ നോൺ പെർഫോമൻസ് ഓഫ് ദി ആക്ട് അഗ്രീഡ് ടു ബി ഡൺ. അതായത് ഇപ്പം ഈ ബ്രീച്ച് വന്നിട്ട് ശരിക്കും എന്താണോ ഡാമേജ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ, ആ സമയത്തും കോടതി ഏതാ വിധിക്കുക, സ്പെസിഫിക് പെർഫോമൻസ് അത് തന്നെ ചെയ്തു കൊടുക്കാൻ പറയും. Then third case, when it is probable that the compensation in money cannot be got for the non-performance of the act agreed to be done. ചില കേസസിൽ ഒരു നഷ്ടപരിഹാരം കിട്ടാത്ത കേസസ് ഉണ്ടാവും. ആ കേസസിലും കോടതി എന്താ പറയുക, ഈ സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ചില കേസസിൽ സ്പെസിഫിക് പെർഫോമൻസ് ഇസ് നോട്ട് ഗ്രാൻറ്റഡ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡാമേജസ് ആർ ആൻ ആഡ്വക്കേറ്റ് റെമഡി. ഡാമേജസ് കിട്ടിയാൽ തന്നെ വളരെ അധികമാണത്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ സ്പെസിഫിക് പെർഫോമൻസ് തന്നെ പറയില്ല. അതേമാതിരി ദ കോൺട്രാക്റ്റ് ഇസ് നോൺ സർട്ടൻ, ദ കോൺട്രാക്റ്റ് ഇസ് റിവോക്കബിൾ, കോൺട്രാക്റ്റ് ഇസ് ഓഫ് പേഴ്സണൽ നേച്ചർ, കോർട്ട് കനോട്ട് സൂപ്പർവൈസ് ദ പെർഫോമൻസ്. അപ്പോൾ ഈ കേസസിലൊന്നും കോടതി ഏത് ഗ്രാൻറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്, സ്പെസിഫിക് പെർഫോമൻസ്. രണ്ട് കേസസും കൂടെ പറയുന്നുണ്ട്. ദ കോൺട്രാക്റ്റ് ഇസ് മെയ്ഡ് ബൈ ട്രസ്റ്റീസ് ആൻഡ് കോൺട്രാക്റ്റ് ഇസ് മെയ്ഡ് ബൈ എ കമ്പനി ഇൻ എക്സസ് ഓഫ് പ്രൊവിഷൻസ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. ദെൻ തേർഡ് റെമഡി, മൂന്നാമത്തെ റെമഡി പറയുന്നത് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത് ഇത് ഈ ബ്രീച്ച് മറ്റേത് സ്പെസിഫിക് പെർഫോമൻസിൻ്റെ വേറൊരു വേർഷനാണ്. അതായത് ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഓർഡർ ഓഫ് ദ കോർട്ട് റീസ്ട്രെയിനിങ് ഓർ പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ട്. ഇത് സാധാരണ കേസസിൽ ഈ ആക്ടേഴ്സിൻ്റെയൊക്കെ കേസിലാണ് വരിക. അവർ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും, ഇന്ന പരസ്യത്തിൽ മാത്രമേ, ഈ മോഡൽസൊക്കെ കണ്ടിട്ടില്ലേ, അവർ ചിലപ്പോൾ ഒരു ഇതിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഇപ്പോൾ ജ്വല്ലറീൻ്റെ ആണെങ്കിൽ ഇപ്പം നമ്മളെ മഞ്ജു വാര്യർ വരുന്നത് ഏത് പരസ്യത്തിൽ മാത്രം, കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ. അപ്പം ഈ കല്യാൺ ജ്വല്ലേഴ്സ് മഞ്ജു വാര്യരായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ വേറൊരു ജ്വല്ലറീൻ്റെ ആഡിലും ആക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇനി അവിടെ ആ മഞ്ജു വാര്യർ എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയിട്ട് ഇനി മോഡലായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ഈ കല്യാൺ ജ്വല്ലേഴ്സിന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി ഇതാ വിധിക്കുക. കോടതീൻ്റെ ഒരു ഓർഡറാണ്. അപ്പം ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഇറ്റ് ഈസ് എൻ ഓർഡർ ഓഫ് ദ കോർട്ട് റീസ്ട്രെയിനിങ് ഓർ പ്രിവെൻറ്റിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ട്. മനസ്സിലായല്ലോ?
അപ്പോൾ മഞ്ജു വാര്യരുടെ അടുത്ത് പറയും നിങ്ങൾ ഇത്ര കൊല്ലത്തെ കോൺട്രാക്റ്റ് എടുത്ത് പോയത് കൊണ്ട് മറ്റേതിലൊന്നും അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുക ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഓർഡർ ഓഫ് ദി കോർട്ടിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻജങ്ഷൻ എന്ന് പറയുക. ഇതാണ് വേറൊരു പരിഹാരം. മനസ്സിലായല്ലോ? അപ്പം എന്താണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് എൻ അനദർ മോഡ് ഓഫ് സെക്യൂറിങ് ദി സ്പെസിഫിക് പെർഫോമൻസ് ബൈ നെഗറ്റീവ് ടേംസ് ഓഫ് ദി കോൺട്രാക്ട്. ഇൻജങ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് റിലീഫ് മാത്രം. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി അപ്രോപ്രിയേറ്റ് ഇൻ കേസ് ഓഫ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വെർ ഡാമേജസ് വുഡ് നോട്ട് ബി ആൻ ആഡിക്വേറ്റ് റെമഡി. ഇനി ഇവിടെ ഇൻജങ്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ടെമ്പററി ആവാം, പെർപെക്ച്വൽ ആവാം. ടെമ്പററി ഇൻജങ്ഷൻ ഇസ് ഗ്രാൻറ്റഡ് പ്രൊവിഷണലി until some right is settled. Object is only to preserve the property in dispute until the final disposal of the case. Okay. Another remedy for breach of contract is suit for quantum merit. ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററേയും ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആസ് മച്ച് ആസ് ഏൺഡ് ഓർ ആസ് മച്ച് ആസ് മെറിറ്റഡ്. ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പം കോളേജിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ മൊത്തം കോൺട്രാക്റ്റ് എടുത്ത് 1 crore. മനസ്സിലായല്ലോ? അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 മാസം ഫുൾ പെയിൻറ്റിങ് നടത്തിയിട്ടും 2 മാസത്തെ കോൺട്രാക്റ്റാണ്, തീരുന്നില്ല, ഇതുവരെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം എന്നെ പിരിച്ചു വിടുക ചെയ്യുന്നത് അവിടെ നിന്ന്. ഇനി മതി, നിങ്ങൾ പെയിൻ്റ് അടിച്ച് ഞങ്ങൾ വേറെ ആളെ വെച്ചോളാം. അപ്പം ഇങ്ങനെയുള്ളൊരു കേസിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, എനിക്ക് ഇതുവരെ എത്രയാണോ ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായല്ലോ, അതിൻ്റെ എമൗണ്ട് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എനിക്ക്. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. ഇനി നമുക്ക് കടക്കാം, എന്താണെന്ന് നോക്കാം. അപ്പോൾ when a person has done some work under a contract and the other party repudiates the contract or some event happens which make further performance of the contract impossible, then the party who has performed the work can claim remuneration for the work he has already done. This is called doctrine of quantum merit. മനസ്സിലായല്ലോ? അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ വർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ആനുപാതികമായിട്ട് എമൗണ്ട് കിട്ടാനുള്ള റൈറ്റ്. ഓക്കെ. അപ്പോൾ ഈ ക്വാണ്ടം മെറിറ്റ് എപ്പോഴൊക്കെയാണ് എറൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൻ എൻ എഗ്രിമെൻറ്റ് ഇസ് ഡിസ്കവേർഡ് ടു ബി വോയിഡ് ഓർ വെൻ എ കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്, any person who has received any advantage under such agreement is bound to restore it or make compensation for it to the person from whom he received it. അതേപോലെ when a thing is lawfully done and goods are supplied by a person without any intention to do so gratuitously to another person and such other person enjoys benefits thereof, he is bound to make compensation to the former. അതായത് ലോഫുള്ളായിട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫ്രീ അല്ല, എൻ്റെ മനസ്സിൽ ഞാൻ ഫ്രീ ആയിട്ടല്ല ഒന്നും ചെയ്തു കൊടുത്തത്, അങ്ങനെയാണെങ്കിൽ മറ്റേ പേഴ്സൺ ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ്, മറ്റേ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കോളേജ് അതോറിറ്റീസ് ഈസ് ബൗണ്ട് ടു മേക്ക് കോമ്പൻസേഷൻ ടു മീ. ഓക്കെ. ദെൻ when there is an express or implied contract to render service but there is no agreement as to remuneration. അതായത് കോൺട്രാക്റ്റൊക്കെ എക്സ്പ്രസ് കോൺട്രാക്റ്റൊക്കെയാണ്, പക്ഷേ റെമ്യൂണറേഷൻ കൃത്യമായിട്ട് എഗ്രിമെൻറ്റ് പറയുന്നില്ല എന്നുവെച്ചാലും ഇവിടെ റീസണബിൾ റെമ്യൂണറേഷൻ പേ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ക്വാണ്ടം മെറിറ്റ് അപ്ലൈ ചെയ്യും അവിടെ. ഓക്കെ. Then when the completion of the contract has been prevented by the act of the other party to the contract, the person who did the work can recover a quantum merit. അതേപോലെ when a contract is divisible and the party not in default has enjoyed the benefit of the part performance, the party in default may sue on quantum merit. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. When an indivisible contract for a lump sum is completely performed but badly, the person who has performed the contract can claim the lump sum but the other party can make a deduction for bad work. അതായത് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, ഇപ്പം കോളേജിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ്, ഞാൻ മുഴുവനും തീർത്ത്, പക്ഷെ അതിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല കോളേജ് അതോറിറ്റീസ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ലംസം എത്രയ്ക്കാണോ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് അത് തരാം, പക്ഷെ അതിൽ ആ ബാഡ് വർക്ക് എവിടെയാണോ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്തത് അത് ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് ബാക്കി തരണം എന്നുള്ളതാണ്.
മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെത് ഇപ്പം ക്വാളിറ്റി ഇല്ലാത്ത പെയിൻ്റ് അടിച്ചിങ്ങാണ്ട് മോശമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊഴികെ ബാക്കി എല്ലാത്തിൻ്റെയും കാശ് തിരിച്ചു തരണം എന്നുള്ളതാണ്. ഓക്കെ. So these are the one more item, one more remedy is suit for damages. Suit for damages എന്ന് പറഞ്ഞാൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മോണിറ്ററി കോമ്പൻസേഷൻ പേയബിൾ ബൈ ദ ഡീഫോൾട്ടിംഗ് പാർട്ടി ടു ദ ഇൻജേർഡ് പാർട്ടി ഇൻ ദ ഇവൻറ്റ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അതായത് ആരാണോ വീഴ്ച വരുത്തിയത് അവർ പരാതിക്കാരന് ഇൻജേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മോണിറ്ററി ബെനിഫിറ്റിനെയാണ് മോണിറ്ററി കോമ്പൻസേഷൻ, നഷ്ടപരിഹാരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡാമേജസ് എന്ന് പറയാം. ഈ ഡാമേജസ് ഉണ്ടല്ലോ, ഒബ്ജക്റ്റ് ഓഫ് അവാർഡിങ് ഡാമേജസ് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ഡാമേജസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ടു പണിഷ് ദ അതർ പാർട്ടി ബട്ട് ടു പുട്ട് ദ ഇൻജേർഡ് പാർട്ടി ഇൻ ദ സെയിം ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഇഫ് ദ കോൺട്രാക്ട് ഹാഡ് ബീൻ പെർഫോംഡ്. അപ്പോൾ ആർക്കാണോ നഷ്ടം ഉണ്ടായിട്ടുള്ളത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആദ്യത്തെ അതേ ഇതിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ നഷ്ടപരിഹാരത്തിൻ്റെ ഉദ്ദേശം. മനസ്സിലായല്ലോ ഡാമേജസിൻ്റെ. ഇനി ഡാമേജസ് ആർ ഓഫ് 5 ടൈപ്സ്. ഫസ്റ്റ് വൺ കോമ്പൻസേറ്ററി അല്ലെങ്കിൽ ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. ഓർഡിനറി ഡാമേജസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സച്ച് ഡാമേജസ് ആസ് മേ ഫെയർലി ആൻഡ് റീസണബിളി ബി കൺസിഡേർഡ് ആസ് അറൈസിങ് നാച്ചുറലി ആൻഡ് ഡയറക്ട്ലി ഇൻ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് ഫ്രം ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഇറ്റ്സെൽഫ്. അതായത് ഇപ്പം ഞാനൊരു 1000 രൂപേൻ്റെ സാധനം സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് പക്ഷെ അതെല്ലാം എന്തെങ്കിലും അവിടെ ഒരു ബ്രീച്ച് വന്ന് കൊടുക്കാൻ പറ്റാതെയാവോ അല്ലെങ്കിൽ കൊടുത്തത് എന്തെങ്കിലും ചീത്തയാവോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കണം എന്നാണ് പറയുന്നത് 1000 രൂപേൻ്റെ ഡാമേജസ്, 1000 രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ജനറൽ ഡാമേജസ് എന്ന് പറഞ്ഞാൽ യൂഷ്വൽ ഡാമേജിനെയാണ്. ഓക്കെ. ഇനി നോമിനൽ ഡാമേജ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് അലൗഡ് ടു റെക്കഗ്നൈസ് ദ റൈറ്റ് ഓഫ് ദ പാർട്ടി ടു ക്ലെയിം ഡാമേജസ്. ദിസ് ഈസ് അലൗഡ് വെൻ ദർ ഈസ് ഓൺലി എ ടെക്നിക്കൽ വയലേഷൻ ബട്ട് നോട്ട് ആൻ ആക്ച്വൽ ലോസ്. ശരിക്കും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യാം, ഈ ഇങ്ങനെയൊരു റൈറ്റ് ഉണ്ട്, നമുക്കൊരു ഡാമേജസ് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡാമേജസ് ആണ് ഏതെന്ന് പറയുന്നത് നോമിനൽ ഡാമേജസ്. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് അലൗഡ് നീദർ ആസ് എ കോമ്പൻസേഷൻ നോർ ആസ് എ പണിഷ്മെൻറ്റ്. വേറൊരു ടൈപ്പ് ഓഫ് ഡാമേജസ് വരുന്നുണ്ട്, സ്പെഷ്യൽ ഡാമേജസ്. ഈ ഡാമേജസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വിച്ച് അറൈസ് ഫ്രം ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്. ഈ ഡാമേജസിൽ എന്തും കൂടെ വന്നേക്കാം, ഇൻഡയറക്റ്റ് ലോസ് ഉണ്ടെങ്കിൽ അതും വരാം. ബട്ട് ദ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് മസ്റ്റ് ബി നോൺ ടു ദി അതർ പാർട്ടി എഗെയിൻസ്റ്റ് ഹൂം സ്പെഷ്യൽ ഡാമേജസ് ആർ ക്ലെയിംഡ്. അതായത് സ്പെഷ്യൽ ഡാമേജസിൽ ഇപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഒരു സാധനം സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഓഗസ്റ്റ് 1 ഉള്ളിൽ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 1 ഉള്ളിൽ സപ്ലൈ ചെയ്ത അപ്പോൾ അവിടെ അയാൾക്ക് അത് വിൽക്കുകയാണെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാവുമായിരുന്നു, 1,00,000 പ്രോഫിറ്റ് കിട്ടിയിരുന്നു അയാൾക്ക്. പക്ഷേ ഇത് സാധനം സപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ആ 1,00,000 രൂപ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതിനെയാണ് ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ലോസ് ഓഫ് പ്രോഫിറ്റിനും കൂടെയുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന സമയത്താണ് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയും. ഓക്കെ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഡാമേജസ് ആണ് എക്സംപ്ലറി അല്ലെങ്കിൽ വിൻഡിക്റ്റീവ് ഡാമേജസ് എന്ന് പറയും. ഈ വിൻഡിക്റ്റീവ് ഡാമേജസിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാം. ഇറ്റ് ഹാസ് നോ പ്ലേസ് ഇൻ ദി ലോ ഓഫ് കോൺട്രാക്ട് ആസ് ഇറ്റ് ഈസ് പ്യൂണിറ്റീവ് ഇൻ നേച്ചർ. അതായത് ഇതെപ്പം മാത്രമെന്നറിയോ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് മാരി, അതേമാതിരി ഡിസോണർ ഓഫ് ചെക്ക് ബൈ എ ബാങ്കർ വെൻ ദർ ഇസ് സഫിഷ്യൻറ്റ് ഫണ്ട് ഇൻ ക്രെഡിറ്റ്. ഈ 2 കേസസിലാണ് ഈ വിൻഡിക്റ്റീവ് ഡാമേജസ് അപ്ലൈ ചെയ്യുന്നത്. അതായത് രണ്ടാൾക്കാർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക, ഞാൻ ഇന്നയാളെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ കോൺട്രാക്ട്, പക്ഷേ അയാൾ അതിൽ നിന്ന് പിന്മാറി. അപ്പോൾ അവിടെ ഒരു മാനനഷ്ടം വന്നില്ല അയാൾക്ക്, ആളുടെ കയ്യിൽ നാറിയില്ലേ. അതേപോലെ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിട്ടും ഞാൻ ചെക്കായി പോയ സമയത്ത് ബാങ്ക് എന്താക്കിയെന്നറിയോ, തന്നില്ല, ബാങ്ക് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ എനിക്കൊരു മാനനഷ്ടം വന്നു. ഇങ്ങനെയുള്ള മാനനഷ്ടത്തിന് കൊടുക്കുന്ന പരിഹാരം, അതായത് നഷ്ടപരിഹാരത്തിനാണ് എന്തെന്ന് പറയാം എക്സംപ്ലറി ഡാമേജസ് എന്ന് പറയാം, വിൻഡിക്റ്റീവ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിൻഡിക്റ്റീവ് ഡാമേജസ് എന്താണെന്നാണ് പറയുന്നത്, these are the damages awarded with a view to punish the defaulting party who injured the feelings of the others, okay, and not solely with the idea of awarding compensation to the injured party. പഠിച്ചു വെച്ചോളണേ.
ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഡാമേജസ് ഇസ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ഓർ പെനാൽറ്റി. എന്താണ് ഈ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത് നോക്കാം. ലിക്വിഡേറ്റഡ് ഡാമേജസ് മീൻസ് എ സം ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ് വിച്ച് ഇസ് എ ഫെയർ ആൻഡ് ജെന്യൂൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് പ്രോബബിൾ ലോസ് ദാറ്റ് ഇസ് ലൈക്ലി ടു റിസൾട്ട് ഫ്രം ദി ബ്രീച്ച്. ആദ്യമേ പറയും ഈ കോൺട്രാക്റ്റിൽ ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇൻജേർഡ് പാർട്ടിക്ക് ഇത്ര ലക്ഷം രൂപ തരാം, അല്ലെങ്കിൽ ഇത്ര 1000 രൂപ തരാം എന്ന് പറഞ്ഞാണ്ട് പ്രീ എസ്റ്റിമേറ്റ് ആണ്, ആദ്യം ഉണ്ടാക്കി വെക്കുന്നതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുക. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എ സം ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ് വിച്ച് ഇസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആൻഡ് ലാർജ് in amount in compensation with the loss that would arise from the breach. പെനാൽറ്റി ഡാമേജിനെയാണ്, പക്ഷേ പെനാൽറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പം ആകെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു 1000 രൂപയ്ക്കാണെങ്കിൽ ചിലപ്പം അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് കൂടുതലാവാം, ചിലപ്പം അതിലും കുറവാവാം. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത് പെനാൽറ്റി. ഓക്കെ, താങ്ക് യു.